ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് സൗദി അധികൃതർ ഒരാഴ്ചയ്ക്കുള്ളിൽ 13,532 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി പ്രസ് ഏജൻസി ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തു. താമസ നിയമങ്ങൾ ലംഘിച്ചതിന് ആകെ 7,903 പേരെയും അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് 3,744 പേരെയും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് 1,785 പേരെയും അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായവരിൽ 67% എത്യോപ്യക്കാരും 31% യമനും 2% മറ്റ് രാജ്യക്കാരുമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് 34 പേരും പിടിയിലായി. നിയമലംഘകരെ കൊണ്ടുപോകുന്നതിലും പാർപ്പിച്ചതിലും പങ്കാളികളായതിന് 17 പേരെ അറസ്റ്റ് ചെയ്തതായും SPI റിപ്പോർട്ട് ചെയ്തു. സൗദിയിൽ മൂല്യവർദ്ധിത നികുതി പിഴ ഒഴിവാക്കൽ 6 മാസത്തേക്ക് കൂടി നീട്ടി. രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നികുതി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പലവിധ പിഴകൾ ഒഴിവാക്കാൻ നിശ്ചയിച്ചിരുന്ന കാലയളവ് ഈ മാസം 30-ന് അവസാനിക്കാനിരിക്കെയാണ് സകാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി ഇളവ് സമയപരിധി ഡിസംബർ 31 വരെ 6 മാസത്തേക്ക് കൂടി നീട്ടിയത്. വാറ്റ് റിട്ടേണുകളുടെ തിരുത്തൽ, ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീൽഡ് നിയന്ത്രണ ലംഘനങ്ങൾ, നികുതി പൊതുവ്യവസ്ഥാ ലംഘനം, നികുതി സംവിധാനങ്ങളിലെ രജിസ്ട്രേഷൻ വൈകിപ്പിക്കൽ, വൈകിയുള്ള പേയ്മെന്റ്, നികുതി സംവിധാനങ്ങളിൽ റിട്ടേണുകൾ വൈകി സമർപ്പിക്കൽ എന്നീ ഇനങ്ങളിൽ ഒടുക്കേണ്ട പിഴകളിൽ നിന്നും നികുതിദായകരെ ഒഴിവാക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന ഇളവ് കാലമാണിത്. പുതിയ കാലയളവിനുള്ളിൽ പദവി ശരിയാക്കാൻ എല്ലാ സ്ഥാപനങ്ങളോടും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സ്വകാര്യ സന്ദർശനത്തിനായി UK പുറപ്പെട്ടു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണിതെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. താമസ സ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളോട് ചേർന്നും പൊതുസ്ഥലങ്ങളിലുമടക്കം വാഹനങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യാം. 1111 എന്ന നമ്പർ വഴി വിവരം അറിയിക്കാം. ഉടൻ തന്നെ അധികൃതരെത്തി വാഹനം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ വർഷം ആദ്യപാദത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും നഗരസഭകൾ നീക്കം ചെയ്തത് 100 കണക്കിന് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളാണ്. പാർപ്പിട വ്യവസായ കേന്ദ്രങ്ങളിലെ തിരക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിലാണ് ഈ വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് ഒഴിവാക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കറ്റിൽ പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത് നാഗരിക സമൂഹത്തിന് ചേർന്നതല്ലെന്നും നഗര സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷയ്ക്ക് വിഘാതമുണ്ടാക്കുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് 14 ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം. കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിന് സംഭവിക്കുന്ന കേടുപാടുകളിൽ മുനിസിപ്പാലിറ്റി ഉത്തരവാദികളാകില്ല. ഇങ്ങനെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തിരികെ വാങ്ങാനെത്തുന്ന ഉടമസ്ഥരിൽ നിന്നും 200 ഒമാനി റിയാൽ പിഴ ഈടാക്കും. 15 യാത്രക്കാരെയോ അതിൽ കുറവോ വഹിക്കാൻ സാധിക്കുന്ന ബസ്സിനും സൈക്കിളുകൾക്കും ഇതേ പിഴയാണ് ചുമത്തുക. 15-ലധികം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ബസ്സിനും ട്രക്കിനും 500 റിയാലാണ് പിഴ. ലോക്കോമോട്ടീവുകൾ, ട്രെയിലറുകൾ, ട്രാക്ടറുകൾ, എക്യുപ്മെന്റ് എന്നിവയ്ക്കും സമാന തുകയാണ് പിഴ. വലിയ ചരക്കുകൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾക്ക് 1000 റിയാൽ പിഴ ഈടാക്കും. വാഹനം ഏറ്റെടുക്കാൻ എത്തിയില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5 റിയാൽ വെച്ച് അധിക പിഴ ഈടാക്കും. 11ാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തൺ പ്രഖ്യാപിച്ചു. 2026 ജാനുവരി 10 മുതൽ 14 വരെ മത്സരം നടക്കും. 5 ഘട്ടങ്ങളിലായി 165 കിലോമീറ്ററാണ് മാരത്തൺ ദൂരമെന്നും സംഘാടകർ പ്രസ്താവനയിൽ അറിയിച്ചു. മരുഭൂമി പ്രദേശങ്ങളിൽ ചൂട് കുറയുന്ന സമയത്താണ് മാരത്തൺ നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില 25 ഡിഗ്രി സെൽഷ്യസും ശരാശരി താഴ്ന്ന താപനില 17.3 ഡിഗ്രി സെൽഷ്യസുമാകും. 42 കിലോമീറ്റർ, 32 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ദൈർഘ്യം. ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ജൂലൈ 1 മുതൽ പുതിയ സേവനദാതാവായ SGIVS ഗ്ലോബൽ സർവീസസിലേക്ക് മാറും.
ഒമാനിലുടനീളം 11 പുതിയ അപേക്ഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും എംബസി അധികൃതർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ എല്ലാ സേവനങ്ങളും അൽഖ്വൈറിലെ ഡിപ്ലോമാറ്റിക് ഏരിയയിലുള്ള എംബസി പരിസരത്ത് നിന്ന് തന്നെയാകും ലഭിക്കുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 15 പുതിയ സമർപ്പിത കേന്ദ്രങ്ങൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകും. മസ്കറ്റ്, സലാല, സൊഹർ, ഇബ്രി, സൂർ, നിസ്വ, ദുക്കം, ഇബ്ര, ഖസബ്, ബുറൈമി, ബർക്ക എന്നിവിടങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. സേവനങ്ങളുടെ ഈ മാറ്റം നടക്കുന്ന സമയത്ത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെന്നും പൊതുജനങ്ങളുടെ ക്ഷമയ്ക്കും സഹകരണത്തിനും എംബസി നന്ദി രേഖപ്പെടുത്തുന്നതായും അധികൃതർ പറഞ്ഞു. അപേക്ഷകർ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വഴി ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ശ്രദ്ധിക്കണം. ഒമാനിൽ പാസ്പോർട്ട്, കോൺസുലർ, വിസ സേവനങ്ങൾക്ക് പുതിയ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നേരത്തെ എംബസി ടെൻഡർ ക്ഷണിച്ചിരുന്നു. അതേസമയം പുതിയ കേന്ദ്രങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ ഇത്തരം സേവനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരമുണ്ടാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ. കൂടുതൽ ജീവനക്കാരും കെട്ടിടങ്ങളിലെ പ്രത്യേക സൗകര്യങ്ങളും ഉൾപ്പെടെ ആവശ്യമായി വരുന്നതിനാൽ ചില നിരക്കുകളും ഉയർന്നേക്കുമെന്നാണ് പ്രവാസികൾ ഭയപ്പെടുന്നത്. പുതിയ അപേക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിയാൽ 30 മിനിറ്റിനുള്ളിൽ ആവശ്യമായ സേവനം പൂർത്തിയാക്കി മടങ്ങുവാൻ സാധിക്കുമെന്ന തരത്തിൽ സൗകര്യമൊരുക്കണമെന്ന് ടെൻഡർ വിശദാംശങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ BLS സെന്ററുകൾ വഴിയാണ് കോൺസുലർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നത്. മസ്കറ്റിലായിരുന്നു പ്രധാന കേന്ദ്രം. സലാല, സൊഹർ, നിസ്വ, സൂർ, ഇബ്രി, ഖസബ്, ബുറൈമി, ദുക്കം എന്നീ സ്ഥലങ്ങളിൽ ഒമാനിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലൂടെയാണ് അപേക്ഷകൾ സ്വീകരിച്ചിരുന്നത്. നിസ്വ, സൂർ, ഇബ്രി, ഖസബ്, ബുറൈമി, ദുക്കം എന്നീ സ്ഥലങ്ങളിൽ ശരാശരി പ്രതിദിനം 1 മുതൽ 6 അപേക്ഷകളാണ് നേരത്തെ ലഭിച്ചിരുന്നത്. സലാലയിൽ പ്രതിദിനം 17ഉം സൊഹറിൽ 13 അപേക്ഷകളും ലഭിച്ചിരുന്നു. ദോഫാർ ഗവർണറേറ്റിലെ സലാലയിൽ ട്രക്ക് മറിഞ്ഞ് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷാപ്രവർത്തനം നടത്തി. അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. യങ്കൽ, ഇബ്രി വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസവും മഴ പെയ്തു. പർവ്വതനിരകളിലും ഗ്രാമങ്ങളിലും പ്രധാന പാതകളിലുമാണ് മഴ ലഭിച്ചത്. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇടിയോടുകൂടിയാണ് മഴ പെയ്തത്. കാറ്റും ആലിപ്പഴവർഷവും അനുഭവപ്പെട്ടു. വാദികളും നിറഞ്ഞൊഴുകി. വരും ദിവസങ്ങളിലും ഭാഗികമായി മഴ തുടർന്നേക്കും. ദോഫർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. അതേസമയം മസ്കറ്റ് ഗവർണറേറ്റിൽ ഉൾപ്പെടെ താപനിലയിൽ നേരിയ കുറവുണ്ട്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ തുടരുന്നു. ബുറൈമി, സുനൈന, ഫഹൂദ്, സൊഹർ, ഇബ്രി വിലായത്തുകളിലെ പർവ്വത നിരകളിലും ഗ്രാമങ്ങളിലുമാണ് മഴ പെയ്തത്. ഇടിയോടുകൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും വാദികൾ നിറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും ഭാഗികമായ മഴ തുടർന്നേക്കും. അതേസമയം ഖരീഫ് സീസണിന്റെ ഭാഗമായുള്ള ചാറ്റൽ മഴ സലാലയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം മുതൽ പെയ്തു തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു എങ്കിലും മഴ ഉണ്ടായിരുന്നില്ല. സലാലയടക്കമുള്ള നഗരങ്ങളിൽ നല്ല ചൂടാണ് അനുഭവപ്പെട്ടത്. ഖരീഫ് തുടങ്ങി ആഴ്ച 1 മഴ ലഭിക്കാതിരുന്നത് കച്ചവടക്കാരിലും ആശങ്കയുണ്ടാക്കി. സെപ്റ്റംബർ 21 വരെ നീളുന്ന ഖരീഫ് മഴക്കാലത്തിന് ജൂൺ 21 തുടക്കമായത്. ഖരീഫിന്റെ വരവറിയിച്ച് ജബൽ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മഴ പെയ്തു തുടങ്ങിയിരുന്നു.